പാകിസ്ഥാന്റെ ഭരണം തകരുകയാണോ? അഭ്യൂഹങ്ങൾ തള്ളി പാക് സർക്കാർ. ഷെഹബാസ് ഷെരീഫ് 5 വർഷം പൂർത്തിയാക്കുമെന്നാണ് പാക് ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. നല്ല ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് 5 വർഷം പൂർത്തിയാക്കുമെന്നതാണ് ഇവിടെ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും രൂക്ഷമാകുന്നതിനിടയിലാണ് സർക്കാർ വീഴുമെന്ന അഭ്യൂഹങ്ങൾ ഇവിടെ ഇതിന് വിരാമം വിട്ടുകൊണ്ട് ഇത്തരം ഒരു പ്രഖ്യാപനം നടക്കുന്നത്. രാജ്യത്തെ ഭരണ സംവിധാനം തകർച്ചയുടെ വക്കിലാണ് എന്ന് തന്റെ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. ഷെഹബാസ് ഷെരീഫ് സർക്കാരിന്റെ ഭാവിയെക്കുറിച്ചും സൈന്യം നേരിട്ട് തന്നെ അധികാരം ഏറ്റെടുക്കണമെന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും വ്യാപകമായ ചർച്ചകൾക്കിടയിലാണ് സർക്കാർ ഭരണകാലാവധി പൂർത്തിയാക്കുമെന്നും ഷെഹബാസ് ഷെരീഫ് അടുത്ത 5 വർഷവും പ്രധാനമന്ത്രിയായി തന്നെ തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറുമായി അടുത്തിടെ തന്നെ അദ്ദേഹത്തിന് അടുത്തൊരു ബന്ധമുള്ള നേതാവെന്ന നിലയിൽ തന്നെ നഖ്വിയുടെ പ്രതികരണം ഇവിടെ പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച നടന്ന പാകിസ്ഥാൻ എക്കണോമിക് സമ്മറിലാണ് രാജ്യത്തെ തകർത്ത ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇവിടെ അദ്ദേഹം മോഹ്സിൻ നഖ്വി ഇവിടെ തുറന്നടിച്ച് സംസാരിച്ചത്. ഇതോടുകൂടി തന്നെ ഷെഹബാസ് സർക്കാരിന്റെ ഭാവിയെക്കുറിച്ചും സൈന്യം ഭരണം നേരിട്ടുകൊണ്ട് ഇത്തരത്തിൽ സൈന്യം നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചും അഭ്യൂഹങ്ങൾ ശക്തമായതും. തർക്കം രൂക്ഷമായതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട നഖ്വി ആകട്ടെ അവിടെ സർക്കാരിന്റെ ഭാവിയെക്കുറിച്ച് ചില വ്യക്തമായ ധാരണകൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഷെഹബാസ് ഷെരീഫ് തന്നെ അടുത്ത 5 വർഷം പ്രധാനമന്ത്രിയായി തന്നെ തുടരുമെന്നും ഭരണകാലാവധി പൂർത്തിയാക്കും എന്ന് വ്യക്തമാക്കിയതായി തന്നെ പ്രമുഖ പാക് മാധ്യമമായ ദ ഡോൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകളെ ഏറെ സംശയത്തോടെയാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. കാരണം 1947 സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ തന്നെ ഇതുവരെ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും തങ്ങളുടെ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കിയിട്ടില്ല. സൈനിക അട്ടിമറികളും വധശ്രമങ്ങളും നിർബന്ധിത രാജിവെക്കലുകളുമാണ് പാക് രാഷ്ട്രീയ ചരിത്രത്തെ എപ്പോഴും അവിടെ ഭരിച്ചിട്ടുള്ളത്. സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ അത്തരത്തിലൊരു വലിയ രീതിയിൽ ഗൂഢമായ രീതിയിൽ പോകുന്ന ഷെഹബാസ് ഷെരീഫിന് നിലവിലെ കടുത്ത ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കിടയിൽ കാലാവധി തികയ്ക്കാനാകുമോ എന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അത് ഇവിടെ കണ്ടു തന്നെ അറിയണമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം എപ്പോഴും അവിടുത്തെ പാകിസ്ഥാനിലെ ഭരണ സംവിധാനം വളരെയധികം തകർച്ചയുടെ വക്കിലാണ്. കാരണം സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും വളരെ പിന്നോട്ട് നിൽക്കുകയും സാമ്പത്തികമായി പോലും IMF-ൽ നിന്ന് പോലും കടമെടുത്തുകൊണ്ട് ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ സർക്കാർ പലവിധ രീതിയിലുള്ള വഴികൾ തിരഞ്ഞുകൊണ്ട് കിടപിടിക്കുന്നത് കാണുന്നതാണ്. മാത്രമല്ല ബലൂചിസ്ഥാനുമായും മറ്റ് രാജ്യങ്ങളുമായി എല്ലാം തന്നെ പാകിസ്ഥാന് പ്രശ്നങ്ങൾ നിരവധിയാണ്. ആയതിനാൽ തന്നെ ഒരു ഭരണ സംവിധാനത്തെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ ഇവിടെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഭരണാധികാരിക്ക് പോലും കഴിയില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് ഇതിനോടൊപ്പം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പുറത്തുവരുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.